വളരെ ഗംഭീരമായിട്ടൊരു സ്ക്രീൻ പ്ലേ സെറ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് ലോകേഷ്. പക്ഷേ ഇപ്പോൾ വരുന്ന അദ്ദേഹത്തിന്റെ ഓരോ സിനിമകൾ കാണുമ്പോഴും അത് തന്നെ ഒരു മെയിൻ നെഗറ്റീവായിട്ട് വരുന്നുണ്ട്. കാരണം സ്ക്രീൻ പ്ലേ മിക്ക സിനിമകളിലും അത്ര വർക്കൗട്ട് ആവാതില്ല എന്നുള്ളത് ഈ ഒരു സിനിമയും കൂടി തെളിയിക്കുന്നുണ്ട്. അതായത് കൂലിയുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു സ്റ്റോറി ലൈനും അതുപോലെ തന്നെ സിനിമയുടെ പല ഭാഗങ്ങളിലുള്ള റൈറ്റിംഗുമാണ്. ഇങ്ങനെയുള്ള ഒരു സ്റ്റോറി ലൈനിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യാനായിട്ട് ലോകേഷിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ ഒരു സിനിമയുടെ നെഗറ്റീവാണ്. ചില ഇലവേഷൻസും ചില നല്ല മൊമെന്റ്സും സിനിമ തരുന്നുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷെ എന്നാൽ പോലും ലോകേഷും രജനീകാന്തും ഒന്നിക്കുമ്പോൾ തരേണ്ട ഔട്ട്പുട്ട് ഇവിടെ മിസ്സിംഗ് ആണ്. അതല്ലാതെ തന്നെ ഈ ഒരു സിനിമയ്ക്ക് തമിഴ് സിനിമയുടെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സിനിമ എന്നുള്ള ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. അതിനൊത്ത ഒരു സംഭവം തരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ പ്രധാന നെഗറ്റീവ്. പിന്നെ പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ നാഗാർജുനയുടെ ആ ഒരു പെർഫോമൻസ് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. ഒരു സ്വാഗും ആ ഒരു ഗ്ലാമറും ആ ഒരു കാര്യങ്ങളും ലുക്സും ഒക്കെ നല്ലതാണെങ്കിൽ പോലും സൗബിൻ ഷാഹിന്റെ പെർഫോമൻസ് ആണ് കൂടുതലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. പിന്നെ പറയുകയാണെങ്കിൽ രജനീകാന്തിന്റെ സ്ക്രീൻ പ്രസൻസ്, ഒരു ക്യാമിയോ, അങ്ങനെയുള്ള പല സംഭവങ്ങളും സിനിമ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അതല്ലാതെ നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്ത ആ ഒരു ലെവലിലുള്ള സംഭവം കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ നെഗറ്റീവ്. മ്യൂസിക്, ബിജിഎം അങ്ങനെയുള്ള നോക്കുകയാണെങ്കിൽ പോലും ചിലയിടങ്ങളിലൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ചില ആക്ഷൻ സീക്വൻസസിലൊക്കെ എലവേറ്റ് ചെയ്യുന്നുണ്ട്. താല്പര്യമൊക്കെ കണ്ടു നോക്കാം.